വിക്സ് കണ്ടായിരുന്നോടാ? വിക്സ് എനിക്കറിയത്തില്ല. ഞാൻ കുറേ നേരം വിക്സ് തപ്പിക്കൊണ്ട് നടക്കുന്നു. അവന് തീരെ വയ്യല്ലോ, ഭയങ്കര തലവേദന. എന്തൊക്കെ പറഞ്ഞിട്ട് മാറണില്ല. മാറണ്ട. പ്രഷർ കയറിയതാറ്റാന്നാ തോന്നണേ. പാവം, എന്തൊരു കരച്ചിലാ ചെക്കൻ. എൻ്റെ ലില്ലി എന്നും പറഞ്ഞ. എൻ്റെ ലില്ലിന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞേക്ക്. അവൻ്റെ വിഷമം അവനെ അറിയുള്ളൂ. എനിക്കതൊക്കെ കണ്ടാൽ മനസ്സിലാവും. എങ്ങനെ അവൻ കൊണ്ടു നടക്കണ കൈവെള്ളയിൽ. ചേച്ചി ഇപ്പം ഏട്ടൻ പറഞ്ഞെന്നറിയോ? എനിക്കൊന്നും അറിയത്തില്ല എന്ന്. അറിയില്ലടി. പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ കള്ളക്കാമുകന്മാരും അങ്ങനെ തന്നെയാണ്. ഒന്നും അറിയത്തില്ല എന്ന് പറയും. എൻ്റെ മോളെ, ചേച്ചി ഒരു കാര്യം, ചേച്ചി എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞു തരണ്ട. ഞാൻ തീരുമാനിച്ച് ക്ലീറ്റോ ചേട്ടൻ വക്കീലിനെ വിളിക്കുന്നുണ്ട്. തീരുമാനിച്ചു ചെയ്യരുത് കേട്ടോ. നിനക്ക് ഇത്രയും തങ്കപ്പെട്ടൊരു ചെക്കനെ വേറെ കിട്ടൂല. വേണ്ട, എനിക്ക് വേണ്ടെന്നേ. അവളെ കൊണ്ട് ഇങ്ങോട്ട് തന്നേത്. എല്ലാരും കാണിക്കാനുള്ള എനിക്ക്. നീ അതൊന്ന് എടുത്ത് നോക്കിക്കേ. എന്തോ നിന്റെ ചേട്ടന്റെ വർത്താനം, ചേട്ടന്റെ വാക്ക് മാത്രമേ ഞാൻ ഇനി കേൾക്കുള്ളൂ. അതേ ഞാൻ കേൾക്കുള്ളൂ. എന്താ? ഞാൻ മറ്റേ വക്കീലിനെ വിളിച്ചിട്ടുണ്ട്. എന്താ ഞങ്ങക്ക് വിളിച്ചിരിക്കാൻ പറ്റില്ല. ക്ലീറ്റോ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ക്ലീറ്റോ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന്? അതെ, എന്റെ പെങ്ങളെ ആശ്വസിപ്പിക്കാൻ എനിക്കറിയാം. ആങ്ങളുടെ ഒത്താശയായിട്ട് വന്നിരിക്കുക. ഒത്താശയൊന്നുമല്ല, അവൻ എന്താന്നുള്ള അറിയാൻ പാടില്ല. എന്റെ കൊച്ചെ, ഇത് എന്താ സംഭവം എന്ന് അവന് സത്യമായിട്ടും അറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പെണ്ണുങ്ങളാണ്, നമ്മൾ ഇച്ചിരി ഒതുങ്ങി ക്ഷമിച്ചു കൊടുത്താൽ പോലെ. പെണ്ണുങ്ങളെടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. ഞാൻ നേരത്തെ ആ വീട്ടിനകത്ത് കയറി കട്ടിലിന്റെ അടിയിൽ ആരെങ്കിലും ഒളിപ്പിച്ചിരുത്തിക്കണം നോക്കാൻ പോയപ്പോ നീ എന്തോന്നടി പറഞ്ഞത്? ക്ലീറ്റോ അല്ല കനകൻ നല്ലടി. ഞാൻ എത്ര പെണ്ണുങ്ങളെ വീട്ടിൽ കയറ്റി ഒളിപ്പിച്ചടി? നീ ഒന്നും പറയണ്ട. ക്ലീറ്റോ ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയൂലേ, അത്രേ ഉള്ളൂ അത്. അയ്യോ, ദേഷ്യം വരുമ്പോ ഒരു പുരുഷന്റെ ചാരിത്രത്തെ വെച്ചാണ് അവിടെ നീ കളിക്കണത്. എന്റെ ക്ലീറ്റോനെ എനിക്കറിയാൻ പാടില്ല. അതുപോലെ തന്നെ അവക്കും അവളുടെ കനകന വിശ്വാസം തന്നെ. ഇത് വെറുതെ ഇരുന്ന് ഞങ്ങൾക്ക് വിശ്വാസം എല്ലാം പോയി. ഇനി നീ എന്താന്ന് പറയണത്? ഇവനെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ കുറെ പുതിയ മറ്റേ വനിതാ PC-മാര് വന്നിട്ടുണ്ട്. അതിലേവളമാണ്. ഒന്നുമല്ല, അവൻ അതൊക്കെ ഞാൻ ചോദിച്ചു. അവൻ അതൊക്കെ സ്വന്തം സഹോദരിയായിട്ട് അവരെ കണ്ടിട്ടുള്ളൂ. സഹോദരിമാരല്ലേ ഇങ്ങനത്തെ ലെറ്റർ അയക്കണത്? എന്റെ ആങ്ങൾ അങ്ങനെ ചെയ്യൂല. എനിക്ക് 100. അവൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാറുണ്ടോ? എങ്ങനെ ഞാൻ പറഞ്ഞേ, ദിവ്യ, മഞ്ജു, പിന്നെ സുനീത, ഇവൻ പ്രേമലേഖനം കല്യാണത്തിന് മുമ്പുള്ള കാര്യമൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതന്നെ, എനിക്ക് ഇപ്പോഴത്തെ കാര്യം മാത്രമേ അതുള്ളൂ. ഇത് വലിച്ചു കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. ആ വക്കീലിനെ വിളിച്ചിട്ടുണ്ട്. വക്കീലിനെ വിളിച്ചിട്ടുണ്ട്. ക്ലീറ്റോ ഇത് ഭയങ്കര അപകടത്തിലോട്ടായിട്ട് പോണത്. ക്ലീറ്റോ വക്കീലിനെ വിളിച്ചിട്ട് എന്താ ഈ കുടുംബത്തോട് വക്കീലെ കയറാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. ഓരോ തോന്നിവാസം കാണിക്കുമ്പോ ആലോചിക്കണം. അവന് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട് എന്നൊക്കെ ആലോചിക്കണം. കുടുംബത്തിൽ പറഞ്ഞവര് കാണിക്കൂടി ഇമാതിരി തോന്നിവാസം. അപ്പൊ ഇതിനകത്ത് ഒരു പോം വഴി നിങ്ങൾ കാണുന്നില്ല. ഇതിന്റെ പോം വഴിയാണ് വക്കീല് വരുമ്പോ. അന്ന് ഒരു കാര്യം ചെയ്തോ, ഇവിടെ പറഞ്ഞു വിട്. എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പെണ്ണ് വന്ന് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ആങ്ങളെ പെങ്ങളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. അതെ, കുടുംബത്തിൽ വന്ന് കയറുന്ന കാര്യമല്ല. ആ കാര്യമൊക്കെ വിട്. ഇപ്പൊ വിട്ടതാണോ? എനിക്ക് ഈ ഭാരവും കൂടി എടുത്തു വെക്കാൻ പറ്റില്ല. എവിടെയാന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നാക്കിക്കോ. ഇങ്ങനെ നോക്കണ കാര്യമല്ല പറഞ്ഞത്. ഞാനേ ഒന്ന് വക്കീലിനെ കാണാൻ പോയിട്ട് വരാം. വന്നിട്ട് ബാക്കി വിവരങ്ങൾ പറയാം കേട്ടാ. തയ്യാറായിരുന്നോടി? നീ തയ്യാറായിരുന്നോ? അത് കഴിഞ്ഞിട്ടാണ് അടുത്ത് നമ്മളത്. ഇത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഒരു ആങ്ങളെയും പെങ്ങളെയും വന്നേക്കുന്നു.